കാഴ്ച കണ്ട് രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ ഞെട്ടി വിറച്ചുപോയി. നീതി തേടി നമ്മൾ അവസാനം ചെല്ലേണ്ടത് ഈ മനുഷ്യന്റെ അടുത്താണല്ലോ എന്ന് പോലും പലരും ചിന്തിച്ചു പോയി. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ഒരാഡംബര ബൈക്കിലിരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. എന്തേ പരമോന്നത നീതിപീഠത്തിന്റെ കാവൽക്കാരന് ഒരാഡംബര ബൈക്കിൽ ഇരുന്നുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബൈക്കിൽ ഇരിക്കാൻ പാടില്ലായിരുന്നു. ഹാർലി ഡേവിഡ്സണിന്റെ സ്പെഷ്യൽ എഡിഷനുകളിൽ ഒന്നായിട്ടുള്ള ആ ബൈക്കിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ആ ബൈക്കിന്റെ ഉടമ എന്ന് പറയുന്നത് BJPയുടെ പ്രമുഖ നേതാവിന്റെ മകനാണ്. അതായത് BJPയുടെ ബൈക്ക് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. BJP നേതാവിന്റെ മകന്റെ ബൈക്ക് എന്ന് പറയുമ്പോൾ നേതാവിന്റെ മകനും BJPയുടെ സജീവ പ്രവർത്തകനും കൂടിയാണ്. നാഗ്പൂരിലെ ശോഭ മൊസേലയുടെ മകനായിട്ടുള്ള രോഹിത്തിന്റെ വാഹനമായിരുന്നു ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. അതായത് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് BJP നേതാവിന്റെ മകന്റെ പേരിലാണ്. അങ്ങനെയുള്ള ഒരു ബൈക്കിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ കാവൽക്കാരൻ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതായത് ഈ രാജ്യത്തെ അവസാന വാക്കുകളിൽ ഒന്നായിട്ടുള്ള ആ ന്യായാധിപൻ എങ്ങനെയാണ് BJPയുടെ നേതാവിന്റെ മകന്റെ പേരിലുള്ള വാഹനത്തിൽ കയറിയിരുന്ന് ഫോട്ടോ ഷൂട്ടിന് തയ്യാറായത്? ആ ഫോട്ടോ എടുക്കാൻ എന്തടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ധൈര്യം വന്നു? കാരണം അങ്ങനെ ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ അദ്ദേഹത്തെ പൊതുജനങ്ങൾ മാനിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്കാരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ആണ് ഇദ്ദേഹമെന്ന് വിലയിരുത്തില്ലേ? അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ അത് അദ്ദേഹത്തെ മാത്രമാണ് ബാധിക്കുന്നത്. ഈ രാജ്യത്ത് കാലങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ, ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിച്ചിരുന്ന സുപ്രീം കോടതിയെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമല്ലേ അത്? പൗരത്വ ഭേദഗതി നിയമം പോലെയുള്ള കരി നിയമങ്ങൾ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജികളെ അടക്കം ബാധിക്കുന്ന കാര്യമല്ലേ അത്? അതുകൊണ്ടാണ് പറഞ്ഞത് ആ ആഡംബര ബൈക്കിൽ ഇരുന്നതാണോ എന്ന് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നതല്ല, മറിച്ച് BJP നേതാവിന്റെ മകന്റെ ആഡംബര വാഹനത്തിൽ ഇരുന്നതാണ് വിഷയം. ആരായിരിക്കണം സുപ്രീം കോടതി ജഡ്ജ്? സുപ്രീം കോടതി ജഡ്ജ് എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഒരു പാർട്ടിയുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ആളായിരിക്കണം. കാരണം വിധി പറയേണ്ടത് ഒരാളുടെയും മുഖം നോക്കാതെ ആയിരിക്കണം. ഏത് രീതിയിലുള്ള മാനദണ്ഡങ്ങളെയും രാഷ്ട്രീയപരമായി നോക്കാതെ, പാർട്ടികളുടെ സ്വാധീനങ്ങളിൽ വീണുപോകാതെ കൃത്യമായി ജനങ്ങൾക്ക് അനുകൂലമായിട്ട് നീതി നൽകി കൊടുക്കേണ്ട, വിധി പറയേണ്ട ഒരു ചീഫ് ജസ്റ്റിസ് BJPയുടെ നേതാക്കന്മാരുടെ വാഹനത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം അപകടമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾ തകർന്നു പോകുന്ന രീതിയിലുള്ള അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരവസ്ഥയെ തന്നെയാണ് ആ ചിത്രം ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. എന്തായാലും എസ് എ ബോബ്ഡെ ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ആണ്. ആ ചീഫ് ജസ്റ്റിസ് അങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് കൃത്യമായ രീതിയിൽ എല്ലാം ശരിയാണ് എന്നുള്ള ഒരു ഉത്തരം ഈ ചിത്രത്തിലൂടെ നൽകുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ ആകെ ഭയപ്പാടിലാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.